ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ന്യൂ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ ഫേസിൽ മേക്കപ്പും ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതലും അങ്ങനെയാണല്ലോ പോകാറ്, എന്തെങ്കിലും ഒരു ബ്ലഷോ എന്തെങ്കിലും അടരിൽ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ന്യൂ ലിപ്സ്റ്റിക്കിൻ്റെ ലുക്കെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 4 ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഒരു ലിപ് ലൈനറും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് തൊണ്ടയ്ക്കൊക്കെ വയ്യ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒച്ചയും അണ്ണാക്കൊക്കെ കുറച്ചിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 01 മൂച്ച ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാമ എർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ റേറ്റ് നൈക്കയിൽ 367 ആണ്. സൈക്കിൾ എനിക്ക് തോന്നുന്നു 399 എന്തോ ഉണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അത്യാവശ്യം ചേരും. കാരണം ഓറഞ്ച് അല്ല, ഇതിൻ്റെ ഒരു ബ്രൗൺ ടു പിങ്ക്, അങ്ങനെ ഒരു ബ്രൗൺ പിങ്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഇടുമ്പോൾ നമുക്കങ്ങനെ അത്യാവശ്യം നമുക്ക് നോ മേക്കപ്പിൽ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. അപ്പം എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ഒരു 4 to 5 hours അത് നല്ല രീതിയിൽ ഇരിക്കുമെന്നല്ലാതെ അത്രയ്ക്ക് അങ്ങ് ഒരു ഡേ ഫുൾ ഒന്നും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. പക്ഷേ നമുക്ക് നല്ലൊരു ന്യൂഡായിട്ട് തോന്നാനും അതേപോലെ തന്നെ ഒന്ന് ലിപ്സ്റ്റിക്ക് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ലിപ്പ് നിൽക്കാനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് ഞാൻ വൈപ്സ് തപ്പിയിട്ട് കിട്ടിയില്ല. പിന്നെ ഇല്ലുവിൻ്റെ എന്തൊരു കുഞ്ഞു തുണി അവിടെ കിടന്നു, അത് വെച്ചിട്ടാണ് ഞാൻ വൈപ്പ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് വൈപ്പ് ചെയ്യുമ്പോൾ വെറ്റ് വൈപ്സോ അതിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. എവിടെ പോയാലും പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഞാനിത് യൂസ് ചെയ്ത്, അത് കണ്ടാൽ തന്നെ അറിയാലോ, നല്ല രീതിയിൽ ഞാനത് യൂസ് ആക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ മാർസിൻ്റെ ഗേൾ പവർ 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് വന്നിട്ട് ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കൊടുക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 260 ആണ്. പക്ഷേ 260ക്ക് വെറുതെയാണ്. കാരണം ഇത് പെൻസിലാണ്, ലിപ്സ്റ്റിക് പെൻസിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതിൽ കാണിക്കുന്ന എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാണുന്ന കൂട്ടത്തിൽ ഇത് ഞാൻ എന്തായാലും മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്ന് പറയും. കാരണം നല്ല പ്രോഡക്റ്റാണ്. നമ്മുടെ ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ മാർസിൻ്റെ എക്സോട്ടിക് ബ്രൗൺ എന്ന് പറഞ്ഞൊരു ലിപ് പെൻസിലാണ് കേട്ടോ. അപ്പോൾ ലിപ്പ് ലൈനറാണ്. അപ്പം ഞാനിത് ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യാൻ എടുത്തതാണ്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിത് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിൽ തെറ്റ് പറയാൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നല്ല ന്യൂഡൊക്കെ വേണ്ടുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എക്സോട്ടിക് ബ്രൗൺ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 69 റുപ്പീസേ ഉള്ളൂ. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതെല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇതൊരു ബ്രൗണിഷ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്ന മീഡിയം അല്ലെങ്കിൽ ഇന്ന സ്കിൻ ടോൺ എന്നൊന്നുമില്ല, എല്ലാവർക്കും നല്ല രീതിയിൽ ചേരുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പം നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് പോലെ ഇത് നല്ലപോലെ ബ്ലെൻഡ് ആവത്തില്ല. അപ്പം നമ്മളൊന്ന് ഇത് ചുണ്ടിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഔട്ടിങ്ങിന് പെട്ടെന്ന് സിമ്പിളായിട്ട് പോകാനൊക്കെ നോക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ആണ്. ന്യൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, ഇമാതിരി ന്യൂഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ന്യൂഡായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, കാരണം ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ. ഇത് മെബിലൈൻ്റെ ന്യൂഡ് നോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് 296 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നൈക്കയിലൊക്കെ ഇത് അവൈലബിൾ ആണ്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് മസ്റ്റ് ബൈ എന്ന് ഒരു 3-4 വട്ടം പറയാം, കാരണം അത്രയ്ക്ക് അമ്മാതിരി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്ത രീതി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിത് എത്രത്തോളം ഇതിൻ്റെ അസ്ഥിവാരം കണ്ടു. അമ്മാതിരി യൂസ് ചെയ്തിട്ടുണ്ട്. തീർന്നു, ഇനി എനിക്കിത് വാങ്ങിക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ ഒരു നോർമൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടെന്നേ തോന്നൂല. പക്ഷേ നമ്മുടെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പ് പുറത്ത് കാണിക്കുകയും ചെയ്യത്തില്ല. അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒരു പിങ്കിഷ്, അല്ലെങ്കിൽ നമ്മുടെ ലിപ്പിൻ്റെ കളർ എന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഒരു ഐറ്റം ആണ്. അപ്പം ഇതൊരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് വന്നിട്ട് 6 hours ലോങ് ലാസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്പിന് കവറേജ് ഒക്കെ തരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഇൻസൈറ്റിൻ്റെ കോഫി കമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അഫോർഡബിൾ ആണ്. 115 റേറ്റേ വരുന്നുള്ളൂ.
ഇത് വന്നിട്ട് ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, അമ്മാതിരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് നമുക്ക് തുടച്ച് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ വെറ്റ് വൈപ്സോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ ഇത് നമ്മുടെ ചുണ്ടിൽ നിന്ന് പോത്തില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് വന്നിട്ട്. ഇതൊരു ബ്രൗൺ റെഡിഷ് കളറാണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേരും. ജസ്റ്റ് ഒരു ഓറഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ പോലും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ബ്രൈറ്റ്നെസ് തരുന്നൊരു ലിപ്സ്റ്റിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചെടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ആ ബ്രഷ് വെച്ച് തന്നെ മൊത്തം അങ്ങ് കവർ ചെയ്യാറില്ല കേട്ടോ. എത്ര ന്യൂഡെന്ന് പറഞ്ഞാലും എനിക്ക് ചില ലിപ്സ്റ്റിക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഓവറായിട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യാറ്, ന്യൂഡ് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഉമ്മ.